ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ഗീ റൈസും നല്ലൊരു സൂപ്പർ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഈ ഗീ റൈസ് നമുക്കൊരു 5 to 10 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചിക്കൻ കറിയും വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി കണ്ട് ആരും പേടിക്കേണ്ട, ഇതുപോലെ പല പരീക്ഷണങ്ങളും ചെയ്ത് കരിഞ്ഞു പൊകഞ്ഞു പോയ ഒരു ചീനച്ചട്ടിയാണ്. പിന്നെ തിരച്ചൊരിച്ചെടുത്തതാണ് കേട്ടോ. ആ ചീനച്ചട്ടി ചൂടാകുമ്പോൾ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണയും കൂടെ ചൂടായി കഴിയുമ്പോൾ മാത്രം നമ്മളൊരു നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് സവാളയാണ് എടുത്തേക്കുന്നത്. കാരണം എൻ്റെ ചിക്കൻ ഒരു 2 കിലോയിൽ താഴെയുള്ളൂ. അപ്പോൾ ചിക്കൻ എടുക്കുന്നതിനനുസരിച്ച് സവാളയുടെ എണ്ണ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഈ ഒരു സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമ്മൾ വഴറ്റിയെടുക്കുക. ഞാൻ ചിക്കൻ ഓൾറെഡി ഉപ്പിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സവാളയിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഉപ്പിട്ട് കൊടുത്താൽ സവാള പെട്ടെന്ന് വഴഞ്ഞു വരും. അപ്പോൾ നമ്മൾ ചിക്കനിലനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് പിന്നെയാണെങ്കിലും ഉപ്പ് ആഡ് ചെയ്താൽ കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കണ്ടോ, നമ്മുടെ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരണവരെ നമ്മളിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കരിഞ്ഞു പോകാണ്ട് നോക്കുക കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോകും. അപ്പോൾ കരിഞ്ഞു പോകാണ്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനകത്തേക്ക് ഒരു ഹാൻഡ് ഫുൾ ഓഫ് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അതുപോലെ എരിവിനനുസരിച്ച് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം പച്ചമുളക് ഞാനിവിടെ നാടൻ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ പച്ചമുളക് ഉള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നാടൻ പച്ചമുളക് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളകും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചേക്കുന്ന ഒരു പേസ്റ്റ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി, ഒന്ന് ചതച്ചെടുത്താലും നീളത്തിൽ അരിഞ്ഞിട്ടാലും എങ്ങനെയാണെങ്കിലും മതി. പക്ഷേ അരച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. അത് നമ്മളിട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെയും സവാള കുറച്ചും കൂടെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവണ വരെയും നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സവാളയും ഒന്നും കരിഞ്ഞു പോകരുത്. പ്രത്യേകിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കരിയാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. കരിഞ്ഞു പോകാതെ മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ചിക്കൻ ഇത്രയും വെയിറ്റ് ഉള്ളത് കൊണ്ട് മാത്രം ഞാനൊരു തക്കാളി, ഒരു നല്ല പഴുത്ത ഒരു ഫുള്ള് തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഇത് നന്നായിട്ട് വെന്ത് വരണ വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ തക്കാളി ഇട്ട് കഴിയുമ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആൻഡ് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തേക്കണേ. ഈ മസാലപ്പൊടികൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം നല്ല കുറച്ച് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് വെന്ത് പച്ചമണം മാറുന്ന വരെ ചെയ്യുക. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു കളറിന് വേണ്ടി മാത്രമാണ് ആഡ് ചെയ്തേക്കുന്നത്. ഓപ്ഷണലാണ്, വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിതൊക്കെ മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വളരെ കുറച്ച് മാത്രം, കാരണം മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഇളക്കി കഴിഞ്ഞിട്ട് അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു 4-5 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കാരണം ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുക, കാരണം ഇത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കി നോക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതേ നമ്മുടെ ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്തോരം വെള്ളമാണ്, നമുക്ക് ഇതിനകത്ത് ഗ്രേവി അധികമായിട്ട് വേണോ അതോ ഡ്രൈ ആയിട്ടാണോ വേണ്ടത് എന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് വെള്ളം തീരെ ഒഴിക്കാണ്ട് നമ്മളിത് അടച്ചു വെച്ച് വേവിച്ച് നമുക്കെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. കാരണം ഇതിൽ നിന്ന് കുറച്ചും കൂടെ വെള്ളം ഇറങ്ങും. കുറച്ചും കൂടെ അത്യാവശ്യം നമുക്കൊരു സെമി ഗ്രേവി ആവുന്ന രീതിയിൽ നമുക്ക് ചിക്കനിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഇറങ്ങി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒക്കെ ഒഴിച്ച് കൊടുക്കുക.
പൊടിക്കുക, അതല്ലാണ്ട് നമുക്ക് ഡ്രൈ ആക്കി എടുക്കുക, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ റെസിപ്പി ഏകദേശം, അതായത് നമുക്ക് ചിക്കൻ കറിയുടെ പണി ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറിയെല്ലാം വെന്ത്, ചിക്കനെല്ലാം വെന്ത്, കറിയെല്ലാം നല്ല മസാലയെല്ലാം പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, വേണമെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഗീ റൈസിനുള്ള പരിപാടി നമുക്ക് നോക്കാം. ഞാനിവിടെ കുക്കറിലാണ് ഗീ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പത്തേക്ക് വെക്കുക. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. വേണമെങ്കിൽ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കാം. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് നമ്മൾ ഇട്ടേക്കുന്ന ആ ഒരു പെരിഞ്ജീരകം പൊട്ടുന്നവരെ നമ്മളതൊന്ന് ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അത് പൊട്ടിക്കഴിഞ്ഞുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു സവാള, ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ എത്ര കപ്പ് അരിയാണെങ്കിലും നമുക്ക് ഒരു സവാള ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു നീളത്തിലരിഞ്ഞ സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുക, ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് വെന്ത് വരുന്നവരെ മാത്രം, ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് മാത്രം ഇപ്പോൾ ഇടുക കേട്ടോ നമുക്ക്, കാരണം അരി ഇടുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ 3 കപ്പ് കൈമ റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി അളക്കാനെടുക്കുന്നത്, ആ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, സെയിം ഗ്ലാസ്സിൽ 1 ഗ്ലാസ് എടുക്കുമ്പോൾ അതിൽ 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിന് എടുത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4.5 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വെള്ളത്തിൻ്റെ കണക്ക് തെറ്റരുത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് ആ സെയിം ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം കൂടെ അളന്നൊഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കുക. നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ആ റൈസ് സ്റ്റിക്കി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ സമയത്ത് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കുക്കറിൽ വെക്കുമ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ അരി ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വേവ് കൂടിപ്പോകും. നമ്മൾ കുക്കറിലല്ല ഓപ്പൺ ആയിട്ടാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ കുക്കറിൽ വെക്കുമ്പോൾ നമ്മൾ തിളച്ചതിന് ശേഷം മാത്രം അരി ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് വേവ് കൂടിപ്പോകും. നമ്മൾ ഇതിനകത്തേക്ക് അരിയൊക്കെ ഇട്ടിട്ട് നമ്മളിനി വിസിൽ വെച്ചിട്ട് കുക്കർ അടച്ചിട്ട് നമ്മൾ ഒറ്റൊരു വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരേ ഒരു വിസിൽ മതി, പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ അരി ഓവറായിട്ട് വെന്ത് പോകും, ഒന്നും ചെയ്യാൻ പറ്റാണ്ടായിപ്പോൾ. അതേ നമ്മുടെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട്, ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ വച്ചേക്കുന്ന ആ ഒരു ബർണറില്ലേ അതിൽ നിന്ന് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഹീറ്റ് കൊണ്ട് നമ്മുടെ അരി വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്, കാരണം പെട്ടെന്ന് വേവുന്ന ഒരു അരിയാണ്. നമ്മൾ ഇതിൻ്റെ വിസിലെല്ലാം പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു അരിയൊക്കെ ഉണ്ടല്ലോ, ആ റൈസൊക്കെ ഉണ്ടല്ലോ, അത് അതിൻ്റെ അടിയിൽ സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ ഇരിക്കും, കട്ടയായിട്ടിരിക്കും. അപ്പോൾ അതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നന്നായിട്ട് അതിൻ്റെ ആ വിസിൽ പോയി കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊന്ന് അടിഭാഗവും എല്ലാം ഒന്ന് ഇളക്കി കുത്തി മറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ടായി. അതിനകത്ത് നമുക്ക് കുറച്ച് ഉള്ളി വറുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില വറുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും ഭയങ്കര ഒരു ഫ്ലേവറാണ് ഈ റൈസിന് കൊടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ടും കിസ്മിസും ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഗീ റൈസിൽ അത് ഓപ്ഷണലാണ്, ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല. നമുക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനിതിനകത്ത് ആകെ കുറച്ച് കറിവേപ്പിലയും ഉള്ളിയും മാത്രമാണ് ഫ്രൈ ചെയ്ത് ആഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീഫും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കറിവേപ്പില ഫ്രൈ ചെയ്തിടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫ്ലേവറാണ് കേട്ടോ. അത് തുറക്കുമ്പോൾ നമുക്ക് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ കുറച്ച് ഒരു നെയ്യും കൂടെ ഒന്ന് ഉറ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഒരു ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യേണ്ട, അതായത് സ്റ്റൗ ഒന്നും ഓൺ ചെയ്യേണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് ജസ്റ്റ് ഒരു 3 to 4 മിനിറ്റ്സ് നമ്മൾ വച്ചതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മൾ ഓപ്പൺ ആക്കാം. അപ്പോൾ അതേ നമ്മുടെ ഗീ റൈസും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാം. എനിക്കിത് വലിയ വശമില്ലാത്തൊരു പരിപാടിയാണ് ഈ ഗാർണിഷിങ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അതേ നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല പരുവത്തിന് വെന്ത് നല്ല അടിപൊളി ഗീ റൈസാണ്, നല്ല സ്മെല്ലാണ്. പ്രത്യേകിച്ച് കൈമ റൈസ് കൊണ്ട് തന്നെ നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നല്ല ഗ്രേവി, എന്താ പറയുക, ഒരു നല്ല കുറുകിയ ഒരു ചിക്കൻ കറിയാണ്. ആ ചിക്കൻ കറിയും കൂടെ ഇട്ടു. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ അതിനാവശ്യമായിട്ടുള്ളൊരു സർലാസ് ഇല്ലാണ്ട് എന്ത് ഗീ റൈസും ചിക്കൻ
ചിക്കൻ കറിയും അല്ലേ സർലാസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നാരങ്ങാച്ചാറാണ് മെയിൻ. നമ്മൾ ഗീ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നാരങ്ങാച്ചാറോ അല്ലെങ്കിൽ ഡേറ്റ്സിൻ്റെ പിക്കിളോ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗീ റൈസും ചിക്കൻ കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി കോമ്പിനേഷനാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ടേസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഫുഡ് ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.